അതാണ് 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ തൃശൂർ, ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ മോദിക്കൊപ്പം വേദിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ അറിയുന്നു. വിനേഷ്, ഏതൊക്കെ വിഷയങ്ങൾ അവിടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ പോലും ദേശീയ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രഭാഷണമാകും, പ്രസംഗമാകും ഇന്ന് മോദി നടത്തുക. ഡാനി പോൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, കുന്നംകുളത്തെ സംബന്ധിച്ചിടത്തോളം 2 ഇടങ്ങളിലേക്കുള്ള തൃശ്ശൂരിലെയും ആലത്തൂരിലെയും വോട്ടർമാർ ഈ പ്രസംഗം അല്ലെങ്കിൽ ആ വിഷയങ്ങളൊക്കെ ചർച്ചയാകുന്ന ഒരു സ്ഥലം കൂടിയാണ് കുന്നംകുളം. അവിടെ സ്ത്രീകളൊക്കെ വേദി അകത്താണ് ഡാനി ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ സ്ത്രീകളൊക്കെ നേരത്തെ തന്നെ എത്തി സ്ഥലം പിടിച്ചിരിക്കുന്നത് കാണാം. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. എന്താണ് അവിടെ തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതേ, വലിയ രീതിയിലൊരു ആവേശം തുടക്കം മുതൽ തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ മുതൽ തന്നെ കാണാം. കാരണം ഇവിടേക്ക് ഈ വേദിയിലേക്ക്, കുന്നംകുളത്തെ ഈ വേദിയിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ, പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ കൂടുതലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ്, വനിതാ പ്രവർത്തകരാണ് കൂടുതലായി തന്നെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തൃശ്ശൂരിലെയും ആലത്തൂരിലെയും പൊന്നാനിയിലെയും സ്ഥാനാർത്ഥികളാണ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ തൊട്ടടുത്ത മണ്ഡലങ്ങളിലെ ചാലക്കുടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ കൂടി ഇവിടേക്ക് എത്തും. അതുകൊണ്ട് ഈ വരുന്ന തൃശ്ശൂർ പ്രതിദാനം ചെയ്യുന്ന സമീപ മണ്ഡലങ്ങളിലെ എല്ലാവരെയും തന്നെ പ്രവർത്തകരെ കൂടുതൽ ഒരു പങ്കാളിത്തത്തിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ഈ തൃശ്ശൂരിൽ കഴിഞ്ഞ കുറേ നാളുകളായി തൃശ്ശൂരും പരിസര പ്രദേശങ്ങളും വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇവരുടെ ഒരു പ്രതികരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, എവിടെ നിന്ന് എത്തുന്നത്? മുള്ളൂർക്കര, വടക്കഞ്ചേരി. എങ്ങനെയാണ് ഈ ഒരു വലിയ ആവേശത്തിലാണോ? വലിയ ആവേശം. മോദിയുടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി നിരവധി ആളുകൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വിനേഷ് കുമാർ വേദിക്ക് പുറത്തും ഡാനി പോൾ വേദിക്കകത്തും ഉണ്ട്. അവിടെ നിന്ന് ആളുകളുടെ പ്രതികരണങ്ങൾ തേടുകയാണ് ഡാനി പോൾ. വിനേഷിലേക്ക് പോയ ശേഷം ഞാൻ ഡാനിയിലേക്ക് മടങ്ങിയെത്താം. വിനേഷ്, നമുക്ക് പുറത്തുനിന്നും നിരവധി ആളുകൾ, മോദി പ്രധാനമായും പറയുന്ന യുവാക്കളുടെ ഒരു വലിയ നിര എപ്പോഴും മോദിയുടെ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഒപ്പം വനിതകൾ. ഈ 2 വിഭാഗങ്ങൾക്കും വലിയ പ്രാധാന്യവും പ്രകടന പത്രികയിലടക്കം BJP വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു എത്രത്തോളം പങ്കാളിത്തം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുന്നംകുളത്ത്? ഇപ്പോൾ കുന്നംകുളത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 10:30 പൊതുപരിപാടി ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഡാനി റിപ്പോർട്ട് ചെയ്ത പ്രകാരം 5 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികൾ മോദിക്കൊപ്പം വേദിയിലുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് BJP പ്രകടന പത്രിക പുറത്തിറക്കിയത്. ആ സാഹചര്യത്തിൽ ഒരു കൃത്യമായ രാഷ്ട്രീയ പ്രസംഗം നമുക്കവിടെ മോദിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. വിനേഷ് തുടരുന്നുണ്ട്. വിനേഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെയും യുവാക്കളുടെയും ഒരു വലിയ പങ്കാളിത്തം എപ്പോഴും മോദിയുടെ പരിപാടികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കുന്നംകുളത്തേക്ക് എത്തുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ആളുകൾ, അവരുടെ ഒരു പങ്കാളിത്തം എങ്ങനെയാണ്? അശ്വതി, ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 8:30 കൂടി തന്നെ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. പല ഭാഗങ്ങൾ, അതായത് പ്രധാനമായും ഈ സ്ഥലങ്ങളിൽ ഇത് 3 മണ്ഡലങ്ങളും ഈ അടുത്തടുത്ത സ്ഥലങ്ങളിലാണുള്ളത്. അതായത് ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പൊന്നാനി മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം ഇതുമായി അടുത്തുള്ളതാണ്. ഒപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലവുമായി ബന്ധമുള്ള സ്ഥലമാണ്. ഈ 3 സ്ഥലങ്ങളും കൂടെ ചേരുന്ന ഒരു സ്ഥലം ആണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിന് വേണ്ടി, പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ്. എന്തായാലും ആളുകൾ രാവിലെ മുതൽ തന്നെ 8:30 കൂടി തന്നെ പരമാവധി 10 മണിക്കകം തന്നെ ആളുകൾ പൂർണ്ണമായും ഇതിൻ്റെ അകത്ത് കയറിയിരിക്കണം എന്ന് സുരക്ഷാ ചുമതലയുള്ള SPGയും അതുപോലെ തന്നെ പോലീസും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരും അണികളും അതുപോലെ തന്നെ ഉള്ള ആളുകളെല്ലാം തന്നെ, പ്രധാനമന്ത്രിയെ കാണാൻ വരുന്നവരെല്ലാം തന്നെ നേരത്തെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ
10 മണിയോടുകൂടി തന്നെ കയറിയിരിക്കണം, ഇതിനകത്ത് കയറണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു 8:30 കൂടി തന്നെ ആളുകൾ വരുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എന്തായാലും ഈ ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത്. ഇവിടെ ഏകദേശം ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, അത് അശ്വതി ചോദിച്ച പോലെ തന്നെ ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനമായും ഉയർത്തി കാണിക്കുന്ന ഒന്ന് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം. തീർച്ചയായും അത് ഓരോ വേദികളിലും കൃത്യമായി തന്നെ അതിൻ്റെ രാഷ്ട്രീയം പറയാൻ പ്രധാനമന്ത്രി ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രകടന പത്രിക കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു സ്ഥലം കേരളമാണ്. ആ കേരളത്തിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമായി തന്നെ അതിന് ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വിശദീകരണം പ്രധാനമന്ത്രിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം പ്രധാനമന്ത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധ പരിപാടികളും മറ്റും നടന്നതാണ്. CA വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ അതിനെന്തെങ്കിലും മറുപടി പ്രധാനമന്ത്രി പറയാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും കേരളത്തിൽ BJPക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ട്, വലിയ വളർച്ചയുടെ ഘട്ടം ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ BJPക്ക് അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരമാവധി മുതലെടുക്കുക. അതിന് പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാളെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളെ, ഇപ്പോൾ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അത്തരത്തിലുള്ള ഒരു പ്രധാനമന്ത്രിക്കെതിരെ അങ്ങനെ ഒരു ആരോപണമൊന്നും നിലവിലെ സാഹചര്യത്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജ് അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം BJPക്ക് ഉണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വളരാനുള്ള ഒരു സാധ്യത മറ്റൊരു തരത്തിലുള്ള, നമുക്കറിയാം സംസ്ഥാന നേതൃത്വത്തിന്റെ ആയാലും BJPയിൽ വിഭാഗീയത ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അമിത്ഷായുടെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെയും ഒക്കെ ഒരു ഇടപെടൽ എന്തായാലും കേരളത്തിൽ ഉണ്ടാവുന്നത്. ഈ സുരേഷ് ഗോപിയുടെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥിത്വം സംസ്ഥാന നേതൃത്വം അറിയുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലൊരു നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ TN സരസുവിന്റെ ആണെങ്കിൽ പോലും കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് അവർ സ്ഥാനാർത്ഥിയാവുന്നത്. ഒപ്പം തന്നെ പൊന്നാനിയിലാണെങ്കിൽ പൊന്നാനി സ്ഥാനാർത്ഥി സംസ്ഥാന നേതൃത്വം കൃത്യമായി തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ പട്ടികയിലുള്ളതാണ്, അഡ്വക്കേറ്റ് നിവേദിത. അതായത് ഈ 3 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത്. അതിൽ പ്രകടന പത്രിക, സ്ത്രീകളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, 50% സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്ക് അത് എത്രത്തോളം ഗുണകരമാവും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി ആളുകളുമായി ആശയവിനിമയം നടത്തും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തിൽ അങ്ങനെ സംസാരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, വിനേഷ് കുമാറാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.